കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മുറിക്കട്ടെ, മുറിക്കട്ടെ. അവിനാഷ്, എന്തായാലും നമ്മൾ മരിക്കാൻ പോവല്ലേ? അതെ. പക്ഷെ എനിക്കൊരു സംശയം. എന്താ? എന്റെ കൈ മുറിച്ചിട്ട് അവിനാശ് കൈ മുറിക്കാൻ സമ്മതിച്ചില്ലെങ്കിലോ? നോ, നെവർ. ഞാൻ വാക്ക് മാറ്റില്ല. അതിനെന്താ ഉറപ്പ്? എങ്കിൽ പിന്നെ നീ തന്നെ ആദ്യം എന്റെ കൈ മുറിച്ചോ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ടോസ് ഇടാം. അതുപോലെ ഹെഡ്സ് വേണോ അതോ ടെയിൽ വേണോ? പറ. ഹെഡ്സ് അല്ലേ? ഈശ്വര, എന്നെ വീഴണേ. പ്രാർത്ഥിച്ചോ, നല്ല മരണം കിട്ടണേന്ന്. You won the match. Congrats. മുറിച്ചോ. പക്ഷേ എന്റെ കൈ മുറിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കരുത്. കൊല്ലേണ്ടി വരും എനിക്ക്. ദാ കത്തി. പോടാ, എനിക്ക് മരിക്കാൻ മനസ്സില്ല. എടീ,
നീ എന്നെ ചതിച്ചു അല്ലേ? നിന്നെ ഞാൻ കൊല്ല. ഡോക്ടർ, ഇനി ഓപ്പറേഷൻ വേണ്ടി വരുമോ? ഞാൻ മരിച്ചുവോ ഡോക്ടർ? തനിക്കെന്താ ഭ്രാന്താണോ? ആത്മഹത്യ നാണമില്ലേ തനിക്ക്? താൻ എവിടത്തെ പോലീസാണോ? സാറിപ്പോ സസ്പെൻഷനില്ല. ആ, തന്നെ പോലുള്ളവർക്ക് സർവീസിൽ ഇല്ലാതിരിക്കുന്നതാ നല്ലത്. അതെ, മര്യാദയ്ക്ക് നടന്നോണം. റെസ്റ്റ് എടുക്കണം. ഇല്ലെങ്കിൽ സ്റ്റിച്ചിട്ട കയ്യിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. സോറി ഡോക്ടർ. ശരി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയല്ല. പോരെ? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. അവള് തന്ന സമ്മാനമായത്. പക്ഷേ അവളെ ഞാൻ പോലീസിന് ഒറ്റിക്കൊടുക്കില്ല. അവളിപ്പോ എന്റെ ഭാര്യ. ഇയാള് പറയുന്നത് നിങ്ങൾ കാര്യാക്കണ്ട. വിവരം പോലീസിൽ അറിയിച്ചേക്കാം. പോലീസിനെ അറിയിച്ച കുഴപ്പമാവത്തില്ല സാറേ. സാറ് കുറച്ചൊരു വിശ്രമിക്കും. പോലീസ് വരണമെങ്കിൽ വരട്ടെ. ഒരു പോലീസും വരികയല്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ അവളെ വിട്ട് കളയില്ല ഞാൻ. എവിടെ പോയാലും ഞാൻ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. അവളിപ്പോ എന്റെ ഭാര്യ. ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യ. ശരതേ, മോളെ അകത്തേക്ക് കൊണ്ടു. മക്കളെ, ഈ ആശുപത്രിയിലെ കാര്യം ഭയങ്കര തന്നെ സാറേ. ബില്ലടയ്ക്കാൻ തന്നെ എത്ര സമയം എടുത്തു. അല്ല, സാറ് ഇതാരെ വിളിക്കുന്നത്? ഞാനേ എന്റെ നേർ പെങ്ങളെ വിളിച്ചൊന്ന് പേടിപ്പിക്കട്ടെ. ചുമ്മാ ഒരു രസം. വിളിത് എവിടെ പോയി കിടക്കുന്നു? ഉറങ്ങാണോ ഇനി? ഹലോ. ഹലോ മോളെ. എടി, ഞാനിപ്പോ ആശുപത്രിയിലടി. നന്നായി, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എടി, എനിക്ക് വേറൊരു മാർഗവും ഇല്ല. നീ ഒന്നിങ്ങ് വാ മോളെ. ഏട്ടൻ തീരെ വയ്യടി. ഇനി ഓപ്പറേഷൻ വേണമെന്നൊക്കെയാ ഡോക്ടർമാര് പറയുന്നത്. കണക്കായിപ്പോയി. അവിടെ കിടക്ക്. എനിക്കിപ്പോ വരാൻ സൗകര്യമില്ല. അവള് കട്ട് ചെയ്ത് കളഞ്ഞു. കൂടെപ്പിറപ്പാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യം വന്നാ അവളെ DKയുടെ പക്ഷത്തെ നിൽക്കുള്ളൂ. നോക്കാം.
ഇനി എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? പിന്നെന്താ? ഇതൊരു രക്ഷപ്പെടലാണോ മോളെ? ഇതുകൊണ്ടൊന്നും ആ ദുഷ്ടൻ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഇനിയും വരും. എന്റെ മോളുടെ പിന്നാലെ അവൻ എന്തിനാണ് ഇങ്ങനെ ഭ്രാന്തെടുത്ത് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓർക്കുമ്പോ ഒരു തീയാവുള്ളില്. ഈ വീട്ടിൽ കയറി വന്ന് ഇവളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ധൈര്യം അവൻ കാണിച്ചില്ലേ? ഇനി അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം? അവൻ ചെയ്തതിനുള്ള ശിക്ഷ പ്രിയ തന്നെ അവന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നീ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. പാവം, ഇവളാകെ പേടിച്ചിരിക്കായിരുന്നു. മോളെ, അകത്ത് പോയി കുറച്ചു നേരം വിശ്രമിക്കാം. ശരി. പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവനെപ്പോലുള്ള ദുഷ്ടന്റെ ശല്യം ഇല്ലാതാക്കാൻ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തേ പറ്റൂ. കമ്മീഷണറുമായി ഞാൻ സംസാരിച്ചു. വേണ്ടത് ചെയ്യാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആരുടെ ഉറപ്പിൽ ഒരു കാര്യമില്ല. അവന്റെ ശല്യം തീരണമെങ്കിൽ അവൻ മരിക്കണം. അല്ലാതെ ഇതിനൊരവസാനം ഞാൻ കാണുന്നില്ല. മോള് പേടിക്കണ്ട. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഇതിനൊരു വഴിയേ ഉള്ളൂ. ഒന്നെങ്കിൽ ഞാൻ അയാളുടെ ഭാര്യ ആവണം, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ അയാൾ മരിക്കണം. എനിക്ക് പറ്റിയ തെറ്റിന് ഇപ്പൊ ശിക്ഷ അനുഭവിക്കുന്നത് നിങ്ങളെല്ലാരും ആണെന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല ചേച്ചി. അച്ഛനും അമ്മയും ഏട്ടനും ചേച്ചിയും എല്ലാരും വേണ്ടെന്ന് വിലക്കിയിട്ടും ഞാൻ അവൻ പറഞ്ഞത് വിശ്വസിച്ചു. അതെന്റെ തെറ്റ്. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഇതുകൊണ്ടൊന്നും അവൻ അടങ്ങില്ല. അവൻ ഇനിയും വരും. ഏട്ടാ, ഇതിലേക്ക് ഏട്ടനെ കൂടി വലിച്ചഴിക്കേണ്ടി വന്നതില് എനിക്ക് മാപ്പ് തരണം. ഇതൊന്നും ആരുടെയും തെറ്റല്ല, സ്നേഹിക്കുന്നതും തെറ്റല്ല. പക്ഷേ നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ അവർക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ആദ്യം നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കണം. പ്രിയേ, നിന്നോട് പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാൻ ഏട്ടന് കഴിഞ്ഞില്ല. പക്ഷേ ഇനി അവനത് ആവർത്തിച്ച എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അതൊന്നും വേണ്ട ഏട്ടാ. ഞാൻ കാരണം ഏട്ടന്റെ ജീവിതം കൂടി അപകടത്തിലാക്കണ്ട. എന്റെ വിധിയായത്. ഇതിന് ഞാൻ തന്നെ പരിഹാരം കണ്ടോളാം. അവളാകെ തകർന്നിരിക്കുക. അവൾക്ക് ധൈര്യം കൊടുത്ത് നമ്മളെല്ലാവരും അവളൊപ്പം നിൽക്കേണ്ട സമയമായത്. നീ ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ മമ്മി? ഈ സമയത്ത് ഇത് ചോദിക്കാമോന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴല്ലാതെ എനിക്ക് നിന്നോടിത് ചോദിക്കാനും പറ്റില്ല. ഈ വീടിന്റെ ആകെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു നീ. അമരാവതി പോലൊരു വലിയ വീട്ടിൽ മരുമകളായി നീ ചെന്ന് കയറിയപ്പോ ഞാനും ഒരുപാട് പ്രതീക്ഷിച്ചു. രണ്ടാനമ്മയാണെങ്കിലും
നിന്നെ വളർത്തി ഇത്രയാക്കിയ മമ്മിയല്ലേ ഞാൻ. മമ്മി, ഞാൻ നീ ഈ കുടുംബത്തിന് വേണ്ടിയും നിന്റെ അനിയത്തിക്ക് വേണ്ടിയും ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിന്റെ ഈ തീരുമാനം തെറ്റായി പോയോന്നാ മമ്മിയുടെ സംശയം. ഇനി മുന്നോട്ടുള്ള നിന്റെ ജീവിതം എന്താവും? നിന്റെ ജീവിതം സുരക്ഷിതമായിട്ടിരിക്കണ്ടേ? അങ്ങനെയെങ്കിൽ നീ എടുത്ത തീരുമാനം തെറ്റായി പോയില്ലേ? ഇല്ല മമ്മി, ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എനിക്ക്. ആരുമല്ലാതെ ഒരു വീട്ടിൽ എത്ര കാലം ജീവിക്കാന്? അവഗണനയും കുറ്റപ്പെടുത്തലും ഇനി കേൾക്കാൻ വയ്യ. ഞാൻ കാരണം ആരും തമ്മിൽ പ്രശ്നം ഉണ്ടാവരുത്. അതുകൊണ്ടാ ഞാൻ അവിടുന്ന് തിരിച്ചു പോരാൻ തീരുമാനിച്ചത്. ശരി, നിനക്കവിടെ പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോന്നേക്ക്. പക്ഷേ ഇവിടെ നീ ബുദ്ധിപൂർവം വേണം പ്രവർത്തിക്കാൻ. മമ്മി പറയാ, ഞാൻ എന്താ ചെയ്യണ്ടേ? ആ, അങ്ങനെ ചോദിക്ക്. ഇതാണ് കുടുംബസ്നേഹം. ബുദ്ധി ഇനി ഞാൻ പറഞ്ഞുതരാം. അവരുടെ സാമ്പത്തിക നില വെച്ച് നോക്കുമ്പോ നഷ്ടപരിഹാരമായി എത്ര തുക ചോദിക്കാന്നാ നിന്റെ വിചാരം? അല്ല, നിനക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നല്ലൊരു തുക നഷ്ടപരിഹാരം വാങ്ങിച്ചിട്ടേ അവിടുന്ന് പോരാവൂ. നല്ല തുകയെന്ന് പറയുമ്പോ എത്രയമ്മ ഉദ്ദേശിക്കുന്നത്? ദേ, നീ ഇതിലിടപെടരുത്. ജ്യോതി, നീ ഇവള് പറയുന്ന കാര്യമാക്കണ്ട. ഒരു 5 കോടി രൂപ ചോദിക്കണം. നീ എത്ര ചോദിച്ചാലും അവര് തരും. ദേ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി മമ്മി. പിന്നെ നിനക്ക് വേറെന്തെങ്കിലും വേണമെങ്കിൽ അതും നീ ചോദിക്കണം. നമ്മുടെ കുടുംബം അതുകൊണ്ട് പച്ച പിടിക്കണം. ഈ അമ്മ എന്തൊരു മണ്ടിയാ ചേച്ചിയെ. അമ്മയെക്കാളും ബുദ്ധിമതിയാ. ഇപ്പൊ തന്നെ അമരാവതി വീടും 5 കോടിയും ഡികെയുടെ ബെൻസ് കാറും ചോദിച്ചു കഴിഞ്ഞു. ആണോടി മോളെ? എനിക്ക് വയ്യ. ഉള്ളതാണോടി? എങ്കി നമ്മളൊന്ന് അന്തസ്സായിട്ട് ജീവിക്കും. ഈ വീട് വിറ്റിട്ട് ഒരു നല്ല വില്ല വാങ്ങണം. എന്നിട്ട് ബെൻസ് കാറി കയറി ഒന്ന് യാത്ര ചെയ്യണം. ഈ കൺട്രികളായ നാട്ടുകാരി പെണ്ണുങ്ങളുടെ മുമ്പില് എനിക്ക് ബെൻസ് കാറിലൊന്ന് വന്ന് ഇറങ്ങണം. ഓർത്തിട്ട് തന്നെ കുളിര് കോരുന്നടി. ഓ, എന്താ ഒരു കുളിര്! ബെൻസ് കാറി വന്നിറങ്ങാൻ പറ്റിയ സാധനം. അതെന്താടി എനിക്കൊരു കുഴപ്പം? ഞാനെന്താ ബെൻസ് കാറി കയറിയ കൊള്ളില്ലേ? ദേ അമ്മേ, ഞാൻ വല്ല പറഞ്ഞല്ലോ. ചേച്ചിയുടെ ജീവിതം നാശമാക്കിയിട്ട് വേണോ അമ്മയ്ക്ക് ബെൻസ് കാറി കയറി വരസാൻ? ദേ ചേച്ചി, അമ്മ ഇങ്ങനെ പലതും പറയും. ചേച്ചി ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാ. ചേച്ചി, എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം നിനക്ക് എന്താ പറയാനുള്ളതെന്ന്. പക്ഷെ എനിക്കിനി പിന്നോട്ട് പോകാൻ കഴിയില്ല മോളെ. ചെയ്യാത്ത തെറ്റുകൾക്ക് ചേച്ചി ഇങ്ങനെ സോറി എഴുതി വെച്ച് എത്രയോ വട്ടം അമ്മയോട് കരഞ്ഞ് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഇതാ, ആദ്യമായിട്ട്
അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പോകുന്ന തെറ്റിന് അഡ്വാൻസ് ആയിട്ട് ഒരു സോറി എഴുതി വെച്ചു. ചേച്ചിയുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും ചേച്ചി ഏട്ടനെ ഉപേക്ഷിക്കുന്നത്.